കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുസ്ക എന്ന് പറയുന്നൊരു സാധനം ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അത് വീട്ടിൽ റെഡിയാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബിരിയാണി അരി എടുത്തു, ഒരു ഗ്ലാസ്. അതിലേക്ക് വെള്ളം ഒഴിച്ച് അത് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചു. അതൊരു 20 മിനിറ്റ് കുതിരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ പെരിഞ്ജീരകം പൊടിച്ചത് നോക്കിയപ്പം ഇല്ലായിരുന്നു. അതും ഞങ്ങൾ പൊടിച്ച് അതും കൂടെ റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചു. നമ്മൾ ഈ പൊടിക്കുന്ന സാധനങ്ങളൊക്കെ ചെറിയ തീയിൽ വെച്ച് പൊടിക്കുവാണെങ്കിൽ, ചെറിയ തീയിൽ വെച്ച് ചൂടാക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതധികം മൂത്ത് പോകാതെ അതിൻ്റെ സ്മെല്ലും പോകാതെ നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. തക്കാളിപ്പഴം, പച്ചമുളക്, സബോള, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, നെയ്യ്, ഉപ്പ്, മഞ്ഞൾ എല്ലാം കൂടെ ഞങ്ങൾ റെഡിയാക്കി നേരത്തെ എടുത്ത് മാറ്റി വെച്ചു. ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൻ്റെ അകത്ത് ഉണ്ടാക്കാം. കുക്കറിൻ്റെ അകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഒറ്റ വിസിൽ മതി, റെഡിയായി കിട്ടും. അപ്പം ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് ഞങ്ങൾ നെയ്യൊഴിച്ച് അതിൻ്റെ അകത്തോട്ട് തക്കോലം, ഗ്രാമ്പു, പട്ട ഇട്ട് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി. അതിന് ശേഷം നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി ഇടുക. ഉപ്പിടുമ്പോൾ വളരെ നോക്കി വേണം ഇടാനായിട്ട്, ഉപ്പ് കൂടി പോകരുത്. അതും കൂടി ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത് ഇവ ചേർക്കുക. പിന്നെ മല്ലിയില, പുതിനയില ഇവയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. ഇതിൻ്റെ മസാലയ്ക്കൊക്കെ ഭയങ്കര ഒരു മണം വരും. മണം വരുമ്പോഴേക്കും അറിയാം നമുക്കത് റെഡി ആയിട്ടുണ്ടെന്ന്. അതുമല്ല, മസാലയുടെ കളറ് കണ്ടോ, അതും ഒരു ശകലം നന്നായിട്ട് മാറിയിരിക്കും. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളിപ്പഴം ഇട്ട് ആ പുളിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം അരിയും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് നമ്മൾ മാറ്റി വെക്കുക. അതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മൂട തുറന്ന് ഇളക്കി നോക്കുമ്പം അത് കറക്റ്റായിട്ട് വെന്തിരിക്കും. പിന്നെ നമുക്ക് വേവ് അഥവാ നമ്മൾക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിത് ഇതിനകത്ത് കഴിക്കാൻ വേണ്ടി പപ്പടവും കൂടെ വറുത്ത് പപ്പടവും കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാം. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ച് വറുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പപ്പടം ചെറിയ ചെറിയ പീസാക്കി വറുത്ത് കോരിയെടുക്കുന്നത്. ഇത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നല്ലതാണെങ്കിൽ നല്ലതായിരുന്നെന്നും കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളും ഇത് ട്രൈ ചെയ്യണം കേട്ടോ.